ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിട്ടേക്കും. NDAയിലേക്ക് തിരികെ പോവുകയാണെന്നാണ് വിവരം. തിരിച്ചുവരവിന് മുൻപായി BJP ഉപാധികൾ വെച്ചു എന്നും സൂചനകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റുകളാണ് ബീഹാറും പട്നയും ഡൽഹിയും കേന്ദ്രീകരിച്ച് നടക്കുന്നത്. നോബൽ മാരിക്കാരൻ തുടരുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നോബൽ, നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഡൽഹിയിലേക്ക് നിതീഷ് കുമാർ യാത്ര തിരിച്ചു എന്ന വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും നൽകുന്നുണ്ട്. BJPയുമായി ചർച്ചകൾ നടന്നു. BJP ദേശീയ അധ്യക്ഷൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി ചർച്ചകൾ നടന്നു. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചർച്ചകളുടെ ഭാഗമായി എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി നിതീഷ് കുമാർ വിട്ട് NDAയിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് നിലവിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രഹരമായി മാറും. കാരണം ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്തേക്ക് ആദ്യം മുതൽ തന്നെ പേരുകൾ ഉയർന്നു കേട്ടിരുന്ന ഒരു വ്യക്തിയാണ് നിതീഷ് കുമാർ. കോൺഗ്രസ് നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തിയാണ് മമത ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിച്ചത്, കേജ്രിവാളിനെ പോലുള്ള നേതാക്കളെ അന്വയിപ്പിച്ചത്. അപ്പോൾ ആ നിതീഷ് കുമാർ തന്നെ ഇന്ത്യ മുന്നണി വിട്ടും എന്ന സൂചനകൾ വരുമ്പോൾ വലിയൊരു തിരിച്ചടിയാവില്ലേ? ഇനി എങ്ങനെ മറികടക്കാൻ സാധിക്കും? എന്തൊക്കെയാണ് നിതീഷ് കുമാറിന്റെ മുന്നിലേക്ക് BJP വെച്ച ഉപാധികളായി ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ? ബിനിലെ, നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിടുകയാണെങ്കിൽ തീർച്ചയായും മുന്നണിയുടെ പ്രവർത്തനങ്ങളെ തന്നെ ഇല്ലാതാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മുന്നണിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവച്ച നേതാവാണ് അദ്ദേഹം. പ്രധാനമന്ത്രി മുഖമാകാൻ ആഗ്രഹിച്ച ഒരാൾ കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിതീഷ് കുമാർ അത്തരത്തിൽ NDAയിലേക്ക് പോവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്തകൾ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നിബന്ധനകൾ കൂടി എന്താണെങ്കിലും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രധാനമായും അദ്ദേഹത്തിന് ബീഹാർ മുഖ്യമന്ത്രി പദം നിലനിർത്തിക്കൊണ്ട് NDAയിലേക്ക് പോകാനാണ് താല്പര്യം എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചില നീക്കുപോക്കുകൾ BJPയുടെ ഭാഗത്തു നിന്ന് വരും എന്ന് അറിയുന്നു. അതായത് ബീഹാർ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞുകൊണ്ട് അദ്ദേഹം NDAയിലേക്ക് വരികയാണെങ്കിൽ സ്വീകരിക്കാവുന്ന നിലപാടാണ് BJPക്ക് ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദില്ലി കേന്ദ്രീകരിച്ചും ചർച്ചകൾ ഉണ്ടാകും എന്ന് അറിയുന്നു. BJP ബീഹാർ അധ്യക്ഷൻ സാമ്രാട് ചൗധരിയെ നേതൃത്വം ദില്ലിയിലേക്ക് ഇപ്പോൾ വിളിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. നിതീഷ് കുമാറും ദില്ലിയിലേക്ക് എത്തുന്നുണ്ട് എന്ന് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നാളെ ഒരു പ്രഖ്യാപനം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത. പ്രത്യേകിച്ച് ചർച്ചകൾ നടത്തി നിതീഷ് കുമാർ അത്തരത്തിൽ ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് NDAയുടെ ഭാഗമാവുകയാണെങ്കിൽ ബീഹാറിൽ മഹാഗഠബന്ധൻ സർക്കാർ പൊളിയും. അതോടൊപ്പം തന്നെ അവിടുത്തെ ഭരണത്തിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടാവും. RJDയും ഒപ്പം കോൺഗ്രസും ഭരണത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. ഒപ്പം വലിയ പ്രഹരം ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകും. 2022 മഹാഗഠബന്ധൻ രൂപീകരിച്ചുകൊണ്ട് വീണ്ടും NDA ക്യാമ്പിൽ നിന്ന് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി, പ്രത്യേകിച്ച് അന്നത്തെ മഹാഗഠബന്ധൻ രൂപീകരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നത് അന്ന് അവിടെ സർക്കാർ രൂപീകരണം ഉൾപ്പെടെ പിന്നീട് ഉണ്ടായി. എന്താണെങ്കിലും വലിയ രീതിയിൽ മാറ്റങ്ങൾ ബീഹാറിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഇപ്പോൾ ഇത്തരത്തിൽ ചില ചരടുവലികൾ ഉണ്ടാകുന്നത് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്നതും. എന്താണെങ്കിലും ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ചകൾ ഉണ്ടാകും. കൂടുതൽ ചർച്ചകൾ നടന്ന ശേഷം മാത്രമായിരിക്കും അത്തരത്തിൽ ഒരു മുന്നണി പ്രവേശനം ഉണ്ടെങ്കിൽ അത് പൂർത്തിയാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് രാമക്ഷേത്രം ഉൾപ്പെടെ വന്ന സാഹചര്യത്തിൽ വലിയ തിരിച്ചടി എന്താണെങ്കിലും ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ